അനുഗ്രഹമേറിയ ഈ നല്ല നിമിഷത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മുൻപിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ സർവശക്തനായ ദൈവം എന്നെ ഒരിക്കൽ കൂടെ കൊണ്ടുവന്നതിനായി, നിർത്തിയിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ശുശ്രൂഷിക്കാൻ ലഭിക്കുന്ന ഭാഗ്യം, നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം, ഇതെല്ലാം അവിടെ ഇരുന്ന് കാണുന്ന നിങ്ങളുടെ തികഞ്ഞ ആഗ്രഹവും പ്രാർത്ഥനയും കൊതിയും ദാഹവും ഒക്കെയാണ് ദൈവം ഈ ദൂതുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാത്ത, നിങ്ങളുടെ വിശ്വാസത്തെ കെടുത്താത്ത, നിങ്ങളുടെ ദാഹത്തെ മാനിക്കുന്ന കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഇന്നത്തെ ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ ശാസിക്കുന്ന ദൈവശബ്ദമായി മാറും. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ ശാസിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ ശാസിക്കുന്ന ദൈവശബ്ദമായി. വിശ്വസിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഈ ദൂത് നിന്റെ ജീവിതത്തിലെ ഇരുട്ടിനെ ശാസിക്കുന്ന, അന്ധകാരത്തെ ശാസിക്കുന്ന ദൈവശബ്ദമായി മാറുമെന്ന പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ആലോചന പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടായിരിക്കണം. കാരണം ഇന്ന് അത്തരത്തിലുള്ളൊരു അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ നിർത്തിയിരിക്കുന്നതായി എനിക്ക് തന്നെ എൻ്റെ ആത്മാവിൽ അറിയാൻ കഴിയുന്നു. ദൈവസാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭയപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അകന്നു പോയോ എന്ന് നമ്മളെ വല്ലാതെ ചിന്തിപ്പിച്ച് ആശയക്കുഴപ്പത്തിലാകുന്ന ചില അനുഭവങ്ങളിലൂടെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന എന്നെ തുണയ്ക്കുന്നില്ലേ എന്ന് നമ്മളെ തന്നെ ചിന്തിപ്പിച്ച് ആശയക്കുഴപ്പത്തിലാക്കുന്ന വീഥികളിലൂടെ നമ്മെ പരിശുദ്ധാത്മാവ് യാത്ര ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ ഇരിക്കുന്ന ചില വ്യക്തിത്വങ്ങളോട് ദൈവാത്മാവ് ഈ പ്രാരംഭ സമയം തന്നെ ഇടപെടുന്നു. നിന്നോട് മാത്രമായി ദൈവത്തിന് ഇന്ന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്. പൗലോസിന്റെ ശുശ്രൂഷകളെ പഠിക്കുമ്പോൾ പൗലോസിന്റെ വാക്കുകളെ പോലെ അത്ര ഷാർപ്പായിട്ടൊന്നും സംസാരിച്ച വേറെ അപ്പോസ്തലന്മാരെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന, കർമ്മനിരതനായിരുന്ന പൗലോസ്ലീഹായുടെ ജീവിതത്തിലും ശ്രദ്ധിക്കണം, പൗലോസ്ലീഹായുടെ ജീവിതത്തിലും പ്രാർത്ഥനകളും ഇനി തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല എന്ന് താൻ ചിന്തിച്ച് വായിക്കൊണ്ട് പറഞ്ഞ സന്ദർഭം നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ കാണാൻ പറ്റും. എന്നെ കാണുന്ന ശുശ്രൂഷകന്മാരെ, എന്നെ കാണുന്ന ദൈവവേല ചെയ്യുന്നവരെ, സ്ത്രീയും പുരുഷനുമായി ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയട്ടെ, ശുശ്രൂഷകളിൽ പോലും ചില സമയം ദൈവം ഇടപെടുന്നില്ലേ എന്ന് ചിന്തിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തും. നമ്മുടെ ശുശ്രൂഷ പോലും ഒരു അന്ധകാരത്തിനകത്തല്ലേ ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് നടത്തും. നമുക്ക് തോന്നും ഭൂതമാണ്, പ്രേതമാണ്, പിശാചാണെന്നൊക്കെ നമുക്ക് തോന്നും. ഇല്ല എന്നൊന്നും ഞാൻ പൂർണ്ണമായി പറയുന്നില്ല. എന്നാൽ എല്ലാ അന്ധകാരങ്ങളും പൈശാചികതകളുടെ ലക്ഷണമല്ല. എല്ലാ ഇരുട്ടും പൈശാചിക ശക്തികൾ കൊണ്ടുവരുന്നതല്ല. എല്ലാ അന്ധകാരവും നമുക്ക് ദുഷ്ടൻ ഒരുക്കി വെക്കുന്ന മറകളല്ല. ചില അന്ധകാരങ്ങൾ ദൈവം അനുവദിക്കുന്നതും, ചില അന്ധകാരത്തിനകത്ത് ചില ദിവസങ്ങളിൽ ദൈവം പ്രകാശം വിതറാതിരിക്കുന്നതിൻ്റെയും പിന്നിലെ കാരണം നീ മനസ്സിലാക്കിയതിനേക്കാൾ അടുത്ത ഒരു ഉയർന്ന റിലത്തിലേക്ക് കയറ്റാനും നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ദൈവാത്മാവിൽ ഞാൻ ഇതാരോടൊക്കെ വിളിച്ചു പറയുകയാണ്. നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന ആത്മീയ അനുഭവത്തിൽ നിന്നായിരിക്കുന്ന അഭിഷേകത്തിൽ നിന്നായിരിക്കുന്ന ശുശ്രൂഷയിൽ നിന്നായിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത റാങ്കിലേക്ക് നിന്നെ ഉയർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചില ഇരുട്ടിനെ
ദൈവത്തിന് നിലനിർത്തിയേ പറ്റൂ. നിന്റെ ജീവിതത്തിൽ ചില അന്ധകാരത്തെ കുറിച്ച് നിന്നെ പഠിപ്പിച്ചേ പറ്റൂ. നിന്നെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെയും നിന്നെ കൊണ്ട് ദൈവത്തിന് ചെയ്തെടുത്ത് മടുപ്പിച്ചിട്ടേ പറ്റൂ. കാരണം അതിന്റെ അപ്പുറമായ ഒരു ഉയർന്ന റാങ്കിലേക്ക് നീ പോകണമെങ്കിൽ ചില പുതിയ സിലബസ് നീ പഠിച്ചേ പറ്റൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Acts of Apostles chapter 27 verse 20, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ആശയൊക്കെയും അറ്റുപോയി. ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. വാക്ക് അപ്പോസ്തോലന്റേതാണ്. വാക്ക് അഭിഷിക്തന്റേതാണ്. ആശയം ശുശ്രൂഷകന്റേതാണ്. വാക്കുകൾ, ആശയം, ചിന്തകൾ, വിശ്വാസം, ഇതെല്ലാം ഒരു പ്രാർത്ഥന മനുഷ്യന്റേതാണ്. അവസ്ഥ പൗലോസിന്റേതാണ്. ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും ഒരു ഘട്ടം വരെ പ്രാർത്ഥനയിൽ തനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു ഘട്ടം വരെയും ദൈവത്തിലും തനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു ഘട്ടം വരെയും ദൂതനെങ്കിലും ഇറങ്ങും എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. തെക്കൻ കാറ്റ് മന്ദമായി ഊതിയപ്പോഴും മഞ്ഞുവീഴ്ചയ്ക്ക് അല്പം ഒരു ശമനം വന്നപ്പോഴും കപ്പൽ അല്പം മുമ്പോട്ടേക്ക് നീക്കാൻ കഴിഞ്ഞപ്പോഴുമൊക്കെ ആശയ്ക്ക് ചെറുതായി പ്രകാശം വർദ്ധിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അവസാന സമയം വീശിയടിച്ച ഈശാനമൂലൻ എന്ന കാറ്റ് തന്നോട് വന്ന് പറഞ്ഞു, എടോ, ചങ്ങല ധരിച്ചിരിക്കുന്ന ബന്ധനസ്ഥനെ സുവിശേഷം ബന്ധനം പൊട്ടിക്കുമെന്നും സ്വാതന്ത്ര്യം തരുമെന്നും പറയുന്ന വിധി, നീ ചങ്ങല ധരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ, നിനക്ക് ചങ്ങലയ്ക്കകത്ത് നിന്നൊരു രക്ഷയില്ലാത്തതുപോലെ തന്നെ ഈ കപ്പലിനകത്ത് നിന്നും ഈ കടലിനകത്ത് നിന്നും രക്ഷപ്പെടുമെന്ന് ആശിച്ച നീ ഒരു പൂർണ്ണ വിഡ്ഢിയാണ്. എന്നാൽ ഞാൻ കാറ്റിന്റെ സ്വരത്തിൽ നിന്നോട് പറയുന്നു, നീ ഈ കപ്പലിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നീ സമുദ്രത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നീ റോം എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് നീ ചെന്ന് ചേരാനും പോകുന്നില്ല. നീ അവിടെ നിനക്ക് ചെയ്യാനുള്ള ശുശ്രൂഷ ചെയ്യാനും പോകുന്നില്ല. അവിടെ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെടുത്താനും പോകുന്നില്ല. നിന്റെ അവസാനം ഈ കടലിലാണ്. നിന്റെ അവസാനം ഈ അവസാന കാറ്റാകുന്ന ഈശാനമൂലൻ എന്ന കാറ്റാണ്. അറിയാതെ പൗലോസ് എന്ന മനുഷ്യൻ പറഞ്ഞുപോയി, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഈ വാക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലായി കൊടുങ്കാറ്റിന് സമമായ അനുഭവങ്ങൾ അടിച്ചു കയറിയപ്പോൾ നമ്മിലെ തന്നെ മനുഷ്യൻ നമ്മോട് പറഞ്ഞു തന്നൊരു വാക്കാണ്, ഇവിടം കൊണ്ടും ഇനി നിനക്കൊരു രക്ഷയില്ല. ഈ വ്യക്തിയെ കൊണ്ടും നിനക്കിനി ഒരു ഉപകാരമില്ല. ഇവരുടെ പ്രാർത്ഥന കൊണ്ടും നിനക്കിനി ഒരു ബ്രേക്ക് ത്രൂ ഇല്ല. ഈ വിശ്വാസം കൊണ്ടും നിനക്കിനി ഒരു പുതിയ ജീവിതമില്ല. നീ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. നീ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അതൊക്കെ ഒരു പേക്കിനാവായി കണ്ടിട്ട് നീ അതൊക്കെ മറന്നു കളഞ്ഞിട്ട് നീ ഈ സാഹചര്യത്തിനും തകർച്ചയ്ക്കും വിധേയപ്പെടുക എന്ന ഒരു സ്വരം പലരുടെയും കാതുകളിൽ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മന്ദസ്വരമായോ ഒരു ഭീകര സ്വരമായിട്ടോ
ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യ രൂപേണ, സംഭവ രൂപേണ, അനുഭവ രൂപേണ രക്ഷപ്പെടാൻ നിന്നെ അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു ആശ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം അറ്റുപോകാനുള്ള സമയമായി, ആ സമയം വന്നിരിക്കുന്നു എന്ന് നിന്നോട് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവാത്മ നിറവിൽ, ഞാൻ പ്രവചനാത്മാവിൽ ഇതിനകത്ത് ആരോടൊക്കെ പ്രവചിച്ചു പറയുകയാണ്, ആശയ്ക്ക് അറുതി വരുത്തിയ ദുഷ്ടനെ എന്റെ ദൈവം ഇന്ന് ബന്ധിക്കാൻ പോകുകയാണ്. ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. റോമിൽ നിന്ന് കൈസരെ അഭയം ചൊല്ലി താൻ ശതാധിപനാകുന്ന യുലിയോസിനൊപ്പം മറ്റുള്ള തടവുകാരോടുകൂടെ തന്നെ റോമിലേക്ക് യാത്രയാക്കുമ്പോൾ ചങ്ങല ധരിച്ചുകൊണ്ട് ബന്ധനമില്ലാത്ത ദൈവവചനത്തിന് സാക്ഷ്യം നിൽക്കുന്ന പൗലോസ്ലീഹ തന്റെ 4ാം മിഷണറി യാത്ര എന്ന് പോലും നമുക്ക് പറയാവുന്ന 4ാം മിഷണറി യാത്രയാകുന്ന ഈ യാത്രയിൽ തന്റെ കയ്യിലും തന്റെ ശരീരത്തിലും ഭാരമുള്ള ഇരുമ്പ് ചങ്ങലകൾ ധരിച്ചിരിക്കുമ്പോഴും താൻ പൂർണ്ണമായി തന്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒത്തിരി ഇതിനകത്ത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾ കൺഫ്യൂസ് ആകും. അതുകൊണ്ട് കാതലായ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് വേണ്ടുന്നത്, പരിശുദ്ധാത്മാവ് എന്നെ ഉദ്യമിപ്പിക്കുന്നത് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത് നിങ്ങൾക്കുള്ളൊരു പ്രവചന ശബ്ദമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിടുതലിനെ കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. സുഹൃത്തേ, ഞാനൊരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. ഇന്ന് ഈ വചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് എന്ന് പറയുന്ന അഭിഷിക്തന്റെ ശരീരത്തിൽ നമുക്ക് ആത്മകണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് തന്റെ കയ്യിലും ശരീരത്തിലും ക്രോസ് ചെയ്തിട്ടിരിക്കുന്ന വിലങ്ങുകൾ, ചങ്ങലകൾ. ഭാരമേറിയ ഇരുമ്പ് ചങ്ങലകളാൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ലാതെ ലിമിറ്റഡായി, പരിമിതമായി മാത്രം തനിക്ക് കയ്യും കാലും അനക്കാൻ പറ്റുന്ന രീതിയിൽ താൻ പൂർണ്ണ ബന്ധനസ്ഥനായി താൻ ആ കപ്പലിലേക്ക് കയറ്റപ്പെടുമ്പോഴും തന്റെ ശരീരത്തിൽ ധരിപ്പിച്ചിരിക്കുന്ന, ശ്രദ്ധിക്കുക, ധരിപ്പിച്ചിരിക്കുന്ന ആ ചങ്ങലകളുടെ പരിമിതികൾ തന്റെ ആത്മാവിന് വിലങ്ങുവെക്കാൻ അഭിഷിക്തൻ അനുവദിക്കുന്നില്ല. ജീവിതത്തിലെ ചലനത്തെ പോലും ബന്ധിക്കുന്ന ചങ്ങലകൾ, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെ പോലും ബന്ധിക്കുന്ന ചങ്ങലകൾ, ശുശ്രൂഷയ്ക്ക് വേണ്ടി വേഗതയിൽ ഓടാൻ വേണ്ടി വിളിക്കപ്പെട്ട അഭിഷിക്തന്റെ കാലുകളെ ചങ്ങല നീളത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ ചങ്ങലകൾ തന്റെ വേഗതയെ ഒരുപക്ഷെ കുറയ്ക്കുന്നുണ്ടെങ്കിലും തന്റെ വിശ്വാസത്തെയോ താനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയോ സുവിശേഷം പ്രചരിപ്പിക്കണം എന്നുള്ള തന്റെ ദാഹത്തെയോ ദൈവത്തോടുള്ള പ്രാർത്ഥനയെയോ കുറയ്ക്കുവാനോ പരിമിതപ്പെടുത്തുവാനോ തന്നിലെ ആത്മമനുഷ്യനും തന്റെ മേൽ പകരപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവും തന്നെ അനുവദിക്കാതിരുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറി എന്ന് താൻ മനസ്സിലാക്കുന്നത് ഈശാന മൂലൻ എന്ന അവസാന കാറ്റും പടകിന് നേരെ ആഞ്ഞടിച്ചതിനു ശേഷമാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ചങ്ങലകളോടുകൂടെയാണ്. ജീവിതത്തിന്റെ യാത്രകളിൽ മുൻപോട്ട് പോകുന്നത് ചങ്ങല ധരിച്ചുകൊണ്ട് തന്നെയാണ്. പ്രാർത്ഥനകൾ മുഴുവനും ചങ്ങല പൊട്ടി വീഴണമേ, സ്വാതന്ത്ര്യം നൽകണമേ, അതിരുകൾ വിശാലമാകണമേ, കഷ്ടതകളും കഷ്ടപ്പാടുകളും മാറണമേ, നിയമ നടപടിക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണമേ, ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ, ദൈവിക പ്രകാശം വെളിപ്പെടുത്തണമേ, അന്ധകാരം ജീവിതത്തിൽ നിന്ന് മാറണമേ. ഇതൊക്കെയാണ് ചങ്ങല ധരിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും പ്രാർത്ഥന. വ്യത്യാസമില്ല, പൗലോസും അതൊക്കെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. എങ്കിലും ഉയർന്ന ഒരു അളവിലുള്ള ഒരു ദൈവിക ഇടപെടലിനു വേണ്ടി അഭിഷിക്തൻ ആഗ്രഹിച്ചിരുന്നു. കപ്പലിന്റെ ഏതോ ഒരു തട്ടിൽ, ഏതോ ഒരു കോണിൽ, ഏതോ ഒരു മുറിയിൽ, ഏതോ ഒരു മൂലഭാഗത്ത് ഒതുങ്ങിയിരുന്ന പൗലോസിന്റെ പ്രാർത്ഥന കണ്ട് കൂടി നിന്ന പലരും പരിഹസിച്ചു. കാരണം പ്രാർത്ഥിക്കുന്നവൻ ചങ്ങല ധരിച്ചിരിക്കുന്നു. ദൈവം ചങ്ങല പൊട്ടിക്കുന്നവനാണെന്ന് പറയുന്നവന്റെ ശരീരത്തിൽ നിന്ന് പോലും ചങ്ങല അഴിച്ചു മാറ്റാൻ കഴിയാത്ത നീ പറയുന്ന ദൂതും പ്രവചനവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ചങ്ങലധാരികൾ പൗലോസിന്റെ ദൂതുകളെ, പ്രവചന ശബ്ദങ്ങളെ തുച്ഛീകരിച്ച സന്ദർഭവും ഇതേ കപ്പലിനകത്ത് നടന്നു. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയുന്നു. നിങ്ങൾ പലരോടും സുവിശേഷം പറയുമ്പോഴും
നിന്റെ ജീവിതത്തിലെ പ്രശ്നം എന്താ ഈ ദൈവം മാറ്റിത്തരാത്തെ എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ ഉയർന്നിട്ടില്ലേ? നിങ്ങൾ പലരുടെയും ബന്ധനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പലരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നീ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും മാത്രം എന്താ ഒരു അറുതി ഇതുവരെ വരാത്തത്? പലരുടെയും പ്രതികരണങ്ങളും പലരുടെയും ചോദ്യങ്ങളുമൊക്കെ വിശ്വാസത്തിന്റെ ആഴം കുറച്ചു കളയുമായിരുന്നു എങ്കിൽ ആദ്യം വിശ്വാസം പോകേണ്ടത് പൗലോസിന്റെയാണ്. കാരണം തന്റെ ശുശ്രൂഷകൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്തിരുന്നതിനേക്കാളും അധികം സ്വാതന്ത്ര്യക്കുറവോടുകൂടെ ചെയ്തിരുന്ന ഒരു അഭിഷിക്തനായിരുന്നു പൗലോസ്ലീഹ. എല്ലാവരും മെസ്സേജ് കേട്ട് കൈയടിക്കുന്ന കാലഘട്ടമാണ് ഇത്. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അംഗീകരിച്ചിരുന്നവരും കൈനീട്ടി സുവിശേഷം സ്വീകരിച്ചിരുന്നവർ പോലും കുറവായിരുന്നു എന്ന് മാത്രമല്ല, സുവിശേഷം പറഞ്ഞാൽ ചെരുപ്പും കല്ലും കമ്പും കൈകളിൽ എടുത്തിരുന്ന കാലഘട്ടത്തിലും അഭിഷിക്തന്റെ ചൂടിനോ ചുറുചുറുക്കിനോ വിശ്വാസത്തിനോ വിശ്വാസത്തോടുകൂടെ കൂടേണ്ട വീര്യത്തിനോ ഒരൽപ്പം പോലും കുറവ് വരാൻ അനുവദിക്കാതെ ആത്മാവിൽ പ്രാർത്ഥിച്ച് വീര്യം കയറ്റി ഓരോ മിഷണറി യാത്രകളും ജയകരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു അഭിഷിക്തനും കൂടെ ആയിരുന്നു പൗലോസ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ചങ്ങല ധരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ച, ചങ്ങല ധരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷത്തെ പ്രസംഗിച്ച അഭിഷിക്തന്റെ ഇന്നത്തെ അവസ്ഥ ഒരു കപ്പലിനകത്ത് കയറ്റി സമുദ്രത്തിന്റെ നടുത്തട്ടിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നുകളയുമെന്നുള്ള വിരോധാഭാസവും വെല്ലുവിളിയുടെയും നടുവിൽ പൗലോസ്ലീഹ നിൽക്കുമ്പോൾ തന്റെ തന്നെ പ്രാർത്ഥന മനുഷ്യന് പോലും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് തന്നെ അധരം കൊണ്ട് പറയുന്നൊരു വാക്കാണിത്: വളരെ നാളായി, വളരെ നാളായി, വളരെ നാളായി. ഞാൻ ആ ഒരു വാക്ക് അവിടെ നിർത്തട്ടെ, കണ്ടിന്യൂ ചെയ്ത് ഞാൻ പറയാം. വളരെ നാളായി. സൂര്യനെയോ നക്ഷത്രങ്ങളെയോ അതവിടെ നിൽക്കട്ടെ. വളരെ നാളായി നീ ചില വിഷയത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് വളരെ നാളായി. നീ ചില ചങ്ങലകൾ പൊട്ടിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് വളരെ നാളായി. ചില നിയമ നടപടികൾക്ക് അകത്തു നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചിട്ട് വളരെ നാളായി. ജീവിതത്തിൽ ആശിച്ച കാര്യങ്ങളൊന്ന് പൂർത്തീകരിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് വളരെ നാളായി. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനും കുരുക്കുകൾ അഴിക്കാനും ശുശ്രൂഷയിൽ മുന്നേറാനും ശ്രമം തുടങ്ങിയിട്ട് വളരെ നാളായി. സ്വാഭാവികമല്ലേ വളരെ നാളാകുമ്പോൾ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുക എന്നുള്ളത്? അപ്പോസ്തലന്റെ ജീവിതത്തിലും നിരവധി സഭ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അവിടെയുള്ള ശിഷ്യന്മാരെ പോയി മനസ്സുറപ്പിച്ചു പോന്ന് അവിടെയുള്ള യൗവനക്കാരെ ബലപ്പെടുത്തി പല ശിഷ്യന്മാരുടെയും മേൽ കൈവെപ്പിനാൽ അഭിഷേകത്തെ ജ്വലിപ്പിച്ച് അവരെ കൃപാവര പ്രാപ്തരാക്കിയ അഭിഷിക്തനും പറയുന്നു, ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളായി. അനേകരുടെ ജീവിതം പ്രാർത്ഥിച്ച് പൊറുതി വരുത്തുമ്പോൾ സ്വന്തം ജീവിതത്തിൽ ഒരു വിഷയം കടന്നു കയറി ആക്രമണത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ വരുന്ന ഒരു വേദന ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ പൗലോസ് വളരെ വേദനകൾക്കകത്തുകൂടെ കടന്നുപോയി. മരണത്തെ മുഖാമുഖം കാണുന്ന അനുഭവത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ അന്നൊന്നും തന്റെ ശരീരത്തിൽ ഇല്ലാതിരുന്ന ഒന്ന് ഇന്ന് ഈ കപ്പലിനകത്തുണ്ട്: വിലങ്ങ്, ചങ്ങല. പലരും പരിഹാസരൂപേണ ഒരുപക്ഷെ പറഞ്ഞു കാണാം നിങ്ങളെ, ആദ്യം നീ നിന്റെ കെട്ട് പൊട്ടിച്ചിട്ട് മറ്റുള്ളവന്റെ കെട്ട് പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങാൻ. ആദ്യം നീ നിന്റെ വിഷയം പ്രാർത്ഥിച്ചു പരിഹരിച്ചിട്ട് മറ്റുള്ള വ്യക്തികളെ ദൈവവിശ്വാസികളാക്കാൻ ഇറങ്ങാൻ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ചോദ്യം ചോദിക്കേണ്ടത് പൗലോസിന്റെ മുഖത്ത് നോക്കിയല്ലേ? സുവിശേഷം, സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം പറഞ്ഞിട്ട് വരുന്നതും ചങ്ങല ധരിക്കുന്നതും ഒരേ ഒരു ജീവിത സംഭവമായി തന്റെ ഒരു ജീവിതത്തിലെ തുടർക്കഥയായി മാറിയപ്പോൾ പൗലോസ്ലീഹായെപ്പോൾ ഒരു അഭിഷിക്തൻ പറയുകയാണ്, വളരെ നാളായി. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഉള്ളത്തിൽ ഇടപെടുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ കൂടുതലും. വളരെ സമയം പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ മടുപ്പില്ലാത്ത, മടുപ്പ് വന്നിട്ടും അതിനെയൊക്കെ പരിഹരിച്ച് കയറി വന്ന, ഇപ്പോഴും ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ തരുന്നൊരു ബോധ്യം ഇതാണ്, ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ തരുന്നൊരു ചിന്ത ഇതാണ്: പ്രാർത്ഥിക്കുന്നവരെ മടുപ്പിക്കുന്ന ഒരവസ്ഥ വളരെ നാളായി
പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇതുവരെ മറുപടി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് മടുത്തും തുടങ്ങി, ഇങ്ങനൊരു വാക്കും കൂടെ നിങ്ങളുടെ ഉള്ളത്തിൽ വരുന്നു: രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. ഇനി രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. ഇനി ജയിക്കാം എന്നുള്ള പ്രതീക്ഷ അറ്റുപോയി. ഇനി ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ അറ്റുപോയി. ഇനി എനിക്ക് രക്ഷപ്പെടാമെന്നുള്ള ആശ അറ്റുപോയി. ഇനി ജീവിക്കും, ഇനി ജീവിപ്പിക്കും, ഇനി സൗഖ്യമാകും എന്നുള്ള ആശ അറ്റുപോയി. ഇത് ഭാഗികമായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ വാക്കല്ല, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ വാക്കായിരുന്നു പൗലോസ്ലീഹായുടെ. വളരെ നാളായി നീ ദൂത് കേട്ടിട്ട്, വളരെ നാളായി നീ ഒരു വാഗ്ദത്തം കേട്ടിട്ട്, വളരെ നാളായി നീ ഒരു ദൈവശബ്ദം കേട്ടിട്ട്, വളരെ നാളായി നീ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇറങ്ങിയിട്ട്, വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് വളരെ നാളായി. നീ ഒരു കുടുംബ ജീവിതം ആരംഭിച്ചിട്ട് വളരെ നാളായി. നീ ഒരു ശുശ്രൂഷകനായിട്ട് വളരെ നാളായി. പക്ഷെ ആശിച്ചതുപോലെ പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾക്ക് നീക്കം വരുന്നില്ല. ആഗ്രഹിച്ച വേഗതയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നില്ല. എവിടെയൊക്കെയോ നിന്നെ ബന്ധിച്ചു നിർത്തുന്നത് പോലെയും, വഴി തടയുന്നത് പോലെയും, പുറകിലോട്ട് വലിക്കുന്നത് പോലെയും, മടുപ്പിക്കുന്നത് പോലെയുമുള്ള അവസ്ഥകളെ ഇന്ന് ദൈവാത്മാവ് ആരെയൊക്കെയോ കണ്ട് ആ ബന്ധനത്തെ സ്വർഗം ക്യാൻസൽ ചെയ്യുകയാണ്. In Jesus' name, in Jesus' name, in Jesus' name. ഞാൻ ആരെയൊക്കെയോ നോക്കി ഇത് പ്രവചിക്കുകയാണ്. ഞാൻ ആരെയൊക്കെയോ നോക്കി ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ ആരുടെയൊക്കെയോ മേൽ വ്യാപരിക്കുന്ന ഡീമൺ സ്പിരിറ്റിനോട് കൽപ്പിക്കുകയാണ്. ഐ എം ഡീലിംഗ് വിത്ത് ഡീമൺസ്. ആരുടെയൊക്കെയോ മുന്നേറ്റത്തെ തടയുന്ന, ആരുടെയൊക്കെയോ വളർച്ചയെ തടയുന്ന, ആരുടെയൊക്കെയോ പ്രാർത്ഥനാ ജീവിതത്തെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു, in Jesus' name. നിങ്ങളെ വിട്ടുകൊടുത്ത് നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയാൽ വിടുതൽ നടക്കും. ഐ എം ഡീലിംഗ് വിത്ത് ഡീമൺസ്. ഐ എം ഡീലിംഗ് വിത്ത് ഡീമൺസ്. ചില പ്രാർത്ഥന വീരന്മാരെ പോലും പുറകിലോട്ട് വലിക്കുന്ന, ചില പ്രാർത്ഥന പോരാളികളെ പോലും പുറകിലോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ, ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ദുഷ്ട ഉപദേശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകും. In Jesus' name. വളരെ നാളായി, വളരെ നാളായി നീ രക്ഷപ്പെടുമെന്ന് നീ ആശിച്ചു. നിനക്കൊരു ജയമുണ്ടെന്ന് നീ ആശിച്ചു. നീ സ്വാതന്ത്ര്യത്തോടെ പുറത്തു വരുമെന്ന് നീ ആശിച്ചു. പക്ഷേ ആ ആശയൊക്കെ തെറ്റായിപ്പോയി. ഈ വിശ്വാസമൊക്കെ തെറ്റായിപ്പോയി. ഈ തെരഞ്ഞെടുപ്പൊക്കെ തെറ്റായിപ്പോയി. ഈ പ്രാർത്ഥനയൊക്കെ തെറ്റായിപ്പോയി. ഞാൻ വിശ്വസിച്ചതൊക്കെ തെറ്റായിപ്പോയി എന്ന് സാഹചര്യങ്ങളെ പിശാച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തെളിയിക്കുകയും നിന്നെ തന്നെ കൺവിൻസ് ചെയ്യുകയും ചെയ്യിച്ചിട്ട് ഈ പുസ്തകത്തെയും വിശ്വാസത്തെയും പ്രാർത്ഥനയെയും പ്രാർത്ഥിച്ചവരെയും വലിച്ചെറിഞ്ഞ് വീണ്ടും പഴയ ജീവിതത്തിലോട്ട് നിന്നെ പിറകിലോട്ട് വലിക്കാൻ ശ്രമിച്ചിട്ടും വളരെ നാളായി, വളരെ നാളായി, വളരെ നാളായി. എന്തുകൊണ്ട്? സാത്താന്റെ വളരെ നാളത്തെ ശ്രമം നിന്റെ ജീവിതത്തിൽ ജയമെടുത്തില്ല എന്നറിയാമോ? അദൃശ്യ മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട്, പ്രത്യക്ഷ കരങ്ങൾ കൊണ്ട് സാത്താന്റെ പല നിയമങ്ങളെയും എന്റെ ദൈവം വോയിഡാക്കിയത് കൊണ്ടാണ്, എന്റെ ദൈവം ക്യാൻസൽ ചെയ്തത് കൊണ്ടാണ്. നിന്റെ കണ്ണിന് തെളിഞ്ഞു വരാത്തതും എന്നാൽ സാത്താനിയ കണ്ണുകൾക്ക് ഭയം ജ്വലിപ്പിക്കുന്നതുമാകുന്ന ദൈവത്തിന്റെ അദൃശ്യ കരം ഇതുവരെയും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിന്നെ തൊടാതെയും തടയാതെയും നശിപ്പിക്കാതെയും തകർക്കാതെയും ഇരിക്കാൻ നിന്റെ മേൽ ചങ്ങല കിടന്നിട്ട് പോലും അതൊന്നും നിനക്കൊരു ഭാരമായി മാറാതിരിക്കാൻ അവൻ ക്രൂശ് ചുമന്ന അതേ മനോഭാവത്തോടെ നിന്റെ ഭാരങ്ങളെ പലപ്പോഴും ചുമന്നു എന്നും നീ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. In Jesus' name. Oh, gloria basiataraba. പൗലോസ് പോലും പറഞ്ഞു, വളരെ നാളായി, വളരെ നാളായി, വളരെ നാളായി പാസ്റ്റേ, കഷ്ടത ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് എത്ര കാലമായി.
ഈ ഭാരം ഞാൻ വലിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഈ വേദന ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഈ രോഗത്തിന് ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഈ വിഷയത്തിന് വേണ്ടി ഞാൻ കോടതികൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ജീവിതം പച്ച പിടിക്കുമെന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, കടം തീരുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളായി, പാസ്റ്റർമാരുടെ പ്രവചനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളായി. ഇത് തന്നെ പൗലോസും പറഞ്ഞത്, വളരെ നാളായി, വളരെ നാളായി. പക്ഷെ ദൈവാത്മാവ് നിന്നോടൊന്ന് ചോദിക്കുന്നു, വളരെ നാളായി. പൗലോസേ, കപ്പൽ തകരണമായിരുന്നെങ്കിൽ നീ കപ്പലിൽ കയറിയത് ആദ്യമായിട്ടല്ല. പൗലോസേ, സമുദ്രത്തിൽ മുങ്ങിച്ചാകണമായിരുന്നെങ്കിൽ നിന്റെ സമുദ്രയാത്ര ആദ്യമായിട്ടല്ല. കാറ്റടിപ്പിച്ച് നിന്നെ പറപ്പിച്ച് കളയണമായിരുന്നെങ്കിൽ നിന്റെ മേത്ത് കാറ്റ് തട്ടാൻ തുടങ്ങിയത് ഇത് ആദ്യ ദിവസത്തിലല്ല. എത്രയോ കാറ്റുകൾ പല രൂപത്തിൽ, പല ഭാവത്തിൽ, തെക്കൻ കാറ്റെന്നും കിഴക്കൻ കാറ്റെന്നും മന്ദമായി ഊതുന്ന കാറ്റെന്നും പറഞ്ഞ് പല പേരിൽ നിന്റെ നേരെ അടിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒത്തിരിയായി, നാളൊത്തിരിയായി. 10-14 ദിവസമാകുന്നു. ഇപ്പൊ പറപ്പിക്കണമായിരുന്നെങ്കിൽ നിന്റെ 1ാം മിഷണറി യാത്ര പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാത്താൻ അനുവദിക്കത്തില്ലായിരുന്നു. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ പൗലോസിന്റെ വായിൽ നിന്ന് വീണുപോയി. കാര്യം എന്താണെന്നറിയാമോ? ഭൗമികമായതെന്തോ, മാനുഷികമായതെന്തോ, സ്വാഭാവികമായതെന്തോ ഈ മനുഷ്യൻ എക്സ്പെക്ട് ചെയ്തു. അതിനെക്കുറിച്ചാണ് വചനം മുമ്പോട്ട് പറയുന്നത്. വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും ഞാൻ അവിടെ നിൽക്കുക. സൂര്യനെയോ നക്ഷത്രങ്ങളെയോ. എന്തിനാണ് സൂര്യനെയും നക്ഷത്രങ്ങളെയും പൗലോസ് പ്രതീക്ഷിച്ചത്? ഒരൽപപ്രകാശത്തിന്. ഭയങ്കരമാകുന്ന മഴ, അതുപോലെ കാറ്റ്, ശീതം കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥ, കപ്പലിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, മഞ്ഞുമലകളിൽ കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള അനുഭവത്തിൽ, പാറക്കെട്ടുകളിൽ തട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നങ്കൂരമിട്ട് എവിടെ നിർത്തണമെന്ന് പോലും അറിയാൻ കഴിയാത്ത വല്ലാത്ത ഒരു ക്ലൈമറ്റ്. സത്യമല്ലേ? ജീവിതം എവിടെ പോയി ഇടിച്ചു നിൽക്കുമെന്ന് പോലും അറിയാത്ത ഒരു ഘട്ടത്തിൽ കൂടെ സഞ്ചരിക്കുന്ന കപ്പൽ യാത്രികനല്ലേ നീയും? ഇങ്ങനെ പോയാൽ എവിടെ പോയി ഇടിച്ചു നിൽക്കുമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലല്ലേ നിങ്ങളും? ചെറിയ രീതിയിൽ തുടങ്ങിയ കാറ്റ് ഇന്ന് ഈശാനമൂലൻ എന്ന ഭീമൻ കാറ്റിന്റെ മുമ്പിൽ കൊണ്ട് നിങ്ങളെ നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലല്ലേ? ഇതെവിടെ കൊണ്ട് നങ്കൂരമിട്ട് നിർത്തണമെന്ന് പോലും അറിയാതെ നൂലുപൊട്ടിയ പട്ടം പോലെ എവിടെയൊക്കെയോ പാറിപ്പറന്ന് നടക്കുന്ന ഒത്തിരി പേർ ഇന്ന് ഈ സന്ദേശത്തിൽ കേൾക്കുന്നുണ്ട്. പൗലോസ് അല്ല വണ്ടി ഓടിക്കുന്നേ, കപ്പിത്താനാണ്. പക്ഷേ ഈ കപ്പലിന്റെ ഗതി ഇനി എങ്ങോട്ടാണെന്ന് പ്രവചനാത്മാവിൽ പോലും പ്രവചിക്കാൻ കഴിയാതെ പ്രാർത്ഥന പോലും കെട്ടപ്പെട്ടു പോയ ഒരു മൊമെന്റിലാണ് ഇപ്പോൾ പൗലോസ് എന്ന് പറയുന്ന പ്രാർത്ഥന മനുഷ്യൻ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രാർത്ഥന പോരാളികളെ, പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തെ പോലും അറസ്റ്റ് ചെയ്ത് നിർത്തുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും. ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തിനാ എന്ന് പോലും, ഇനി പ്രതീക്ഷിച്ചിട്ട് എന്തിനാന്ന് പോലും, ഇനി ഒരുത്തനെ വിളിച്ച് ദൂത് കേട്ടിട്ട് എന്തിനാ എന്ന് പോലും, കേട്ട ദൂതും പ്രവചന ശബ്ദങ്ങളും മാത്രം ബാക്കിയുണ്ട്, ഒന്നും ഇതുവരെ ജീവിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള ചിന്തകൾക്കകത്തും നമ്മളെ കൊണ്ട് നിർത്തി ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിന്റെ ആത്മീയ ജീവിതം ഇവിടം കൊണ്ട് തീർന്നു എന്ന് ശത്രുവിധി എഴുതുമ്പോൾ ദൈവാത്മാവിന്ന് ആരോടൊക്കെയോ ചോദിക്കുന്നു, ഹേ പൗലോസേ, നീ ഇത്രയൊക്കെ ഉള്ളോ? എടാ, ഒരു കാറ്റിന് നിന്നെ പാറ്റാനാണെങ്കിൽ നീ ജനിച്ചിട്ട് കാറ്റ് പല നാളായി നിന്റെ മേത്തടിച്ചു. ഒരു മഴയ്ക്ക് നിന്നെ കുളിരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മഴ ഒത്തിരി നീ കൊണ്ടതാ. സമുദ്രം മുക്കിക്കളയാനാണെങ്കിൽ സമുദ്രയാത്ര നീ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. കപ്പൽ തകർന്നു പോകാനാണെങ്കിൽ കപ്പലിലും നീ ആദ്യമായിട്ടല്ല യാത്ര ചെയ്യുന്നത്.
പിന്നെ നീ ഇപ്പൊ എന്താ കണ്ട് ഭയക്കുന്നത്? ഞാൻ ഈ അന്ധകാരത്തെ ഭയക്കുന്നു. ഞാൻ ഈ അന്ധകാരത്തെ ഭയക്കുന്നു. അതാണ് പൗലോസ് പറയാതെ പറയുന്ന മറുപടി. കാരണം ഈ അന്ധകാരം ആ മനുഷ്യനെ വീർപ്പുമുട്ടിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ താൻ അറിയാതെ സൂര്യനെയും നക്ഷത്രങ്ങളിലേക്കും കണ്ണു പതിഞ്ഞു പോകുന്ന ഒരു നിമിഷത്തിലേക്ക് അഭിഷിക്തൻ ഈ സെക്കൻഡിൽ എത്തി നിൽക്കുകയാണ്. ഹേയ്, അഭിഷേകമുള്ള നിന്നെ സാത്താൻ ഈ അവസ്ഥയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? സാഹചര്യം ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ദൈവത്തിലേക്ക് നോക്കിയ മുഖം സൂര്യനിലേക്കൊന്ന് നോക്കാൻ, ദൈവത്തിലേക്ക് നോക്കിയ മുഖം നക്ഷത്രത്തിലേക്കൊന്ന് നോക്കാൻ, ദൈവത്തിലേക്ക് നോക്കിയ മുഖം മറ്റ് ഇതര വിശ്വാസങ്ങളിലേക്കൊന്ന് നോക്കാൻ, ദൈവത്തെ നോക്കിയ മുഖം സമയങ്ങളിലേക്കൊന്ന് നോക്കാൻ, ദൈവത്തെ നോക്കിയ മുഖം നാളുകളിലേക്കൊന്ന് നോക്കാൻ നിന്നെ വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ടോ? സമയം മോശാണോ? നാള് ദോഷാണോ? ദൈവത്തിങ്കിലേക്ക് നോക്കിയ നോട്ടം വളരെ നാളായി റീസൺ ഒന്നേ ഉള്ളൂ ദൈവത്തോട് പറയാൻ. ദൈവം ചോദിച്ചു, പോൾ നീ എന്താ ഇങ്ങനെ പറഞ്ഞേ? വളരെ നാളായി ആൾക്ക് പറയാൻ ഒത്തിരിയുണ്ട്. ഞാൻ എത്ര ന്യായാധിപ സംഘത്തിന്റെ അവിടെ കയറി അടങ്ങി നടന്നതാ ഈ വിലങ്ങും കൊണ്ട്. വളരെ നാളായി ഈ വിലങ്ങ് ഞാൻ ചുമക്കാൻ തുടങ്ങി, എനിക്ക് അസഹ്യമായിരിക്കുന്നു. വളരെ നാളായി ഞാൻ ഈ കപ്പലിനകത്ത് കയറിയിട്ട് അസഹ്യമായിരിക്കുന്നു. വളരെ നാളായി ഞാൻ ഈ മഴയും ശീതവും തണുപ്പും കാറ്റും ഭയവും ഭയം. നിന്റെ ഹുള്ളത്തിനകത്ത് ഇതുപോലുള്ള യാത്രകൾക്കകത്ത് കയറിക്കൂടിയ ചില ഭയം, ഇന്ന് ഭയത്തിന്റെ ആത്മാവിനെ ദൈവാത്മാവ് ശാസിക്കുകയാണ്. ഹല്ലേലൂയ. ഭയം. വളരെ നാളായി ഞാൻ ഈ ഭയം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, വളരെ നാളായി ഞാൻ ഈ കഷ്ടപ്പാടുകളുടെ കയ്പുനീർ കുടിക്കാൻ തുടങ്ങിയിട്ട് മടുത്തു ദൈവമേ. ഇതാ പൗലോസ് പറഞ്ഞേ. അവസാന ആൾ പറയാ, സൂര്യന്റെയോ നക്ഷത്രങ്ങളുടെയോ പ്രകാശം കാണാതിരുന്നു വളരെ നാളായിട്ട്, സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടുമിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ. അപ്പോൾ ഈ മനുഷ്യനെ ഈ നാളുവരെയും പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത് രക്ഷപ്പെടും എന്നുള്ള വിശ്വാസമായിരുന്നു, അല്ലേ? ഇന്ന് ഈ സന്ദേശം കാണാം എന്ന് നിങ്ങൾ തീരുമാനിച്ചതിന്റെയും പിന്നിൽ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെയെങ്കിലും ഒരു ആശ നിങ്ങൾക്കുണ്ട്, ഒരു വിശ്വാസമുണ്ട്. രക്ഷപ്പെടും, ഇല്ലേ? രക്ഷപ്പെടും, ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടുപോയി എന്ന് പൗലോസ് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോ ആ ആശയുടെ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം കൂടെ അടഞ്ഞുപോയ ഒരവസ്ഥയാണ്. അങ്ങനെ വിശ്വാസത്തിന്റെ വീര്യം കുറഞ്ഞവരും വിശ്വാസത്തിന്റെ ദീപം കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നവരുമായ ചിലവരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നീ നശിക്കണമായിരുന്നെങ്കിൽ അതിതിനു മുന്നേ സംഭവിക്കണമായിരുന്നു. നീ തകരണമായിരുന്നെങ്കിൽ അതിതിനു മുൻപേ സംഭവിക്കണമായിരുന്നു. നീ ശൂന്യമായി പോകണമായിരുന്നെങ്കിൽ അതിതിനു മുന്നേ സംഭവിക്കണമായിരുന്നു. പൗലോസേ, പലരും നിന്നെ കല്ലെറിഞ്ഞതല്ലേ? സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് കല്ലെറിഞ്ഞതല്ലേ? അന്ന് നീ മരിച്ചതുമല്ലേ? അതിന്റെ നടുവിൽ നിന്നല്ലേ സ്വർഗം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അടുത്ത ദിവസം ശുശ്രൂഷയ്ക്ക് അടുത്ത രാജ്യത്തിലോട്ട് അയച്ചത്? അന്ന് സംഭവിക്കേണ്ടായിരുന്നു. കല്ലുകൊണ്ട് ഏറ് കിട്ടിയിട്ട് ചാകാത്ത നീ കാറ്റുകൊണ്ട് തട്ടിയ ചാവൂ? അതൊരു വലിയ ചോദ്യമല്ലേ? ഇതിനേക്കാൾ വലിയ തിമിംഗല രൂപത്തിലുള്ള സംഭവങ്ങൾ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിച്ചിട്ട് പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ ദംഷ്ട്രകൾ നിന്നെ കടിച്ചമർത്തിയിട്ടും മരിച്ചു പോകാത്ത, തകർന്നു പോകാത്ത, പരാജയപ്പെട്ടു പോകാത്ത നീ കാറ്റ് തട്ടിയാൽ ചത്തുപോകുമോ? ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെ ഇത് ചോദിക്കുന്ന ചോദ്യം. ഇതിനേക്കാൾ വലുത് നീ പ്രാർത്ഥിച്ച് ജയമെടുത്തിട്ടില്ലേ? ഇതിനേക്കാൾ വലിയ സന്ദർഭങ്ങളിൽ നീ വിശ്വാസത്തിന്റെ വീര്യം വർദ്ധിപ്പിച്ച് നീ പിടിച്ചു നിന്നിട്ടില്ലേ? ഇതിനേക്കാൾ വലിയ യാത്രകളെ നീ പ്രാർത്ഥിച്ച് ജയിച്ചിട്ടില്ലേ? പക്ഷെ ഇപ്പോ
എവിടെയൊക്കെയോ സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കും ഒക്കെ ഒന്ന് പ്രകാശം കിട്ടാൻ വേണ്ടി നീ നോക്കിയതാണ് നിരാശയുടെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വളരെ നാളായി ദൂതനെ കണ്ടിട്ട് എന്ന് പൗലോസ് പറയുന്നില്ല. വളരെ നാളായി ദൈവശബ്ദം കേട്ടിട്ട് പൗലോസ് പറയുന്നില്ല. വളരെ നാളായി സ്വർഗം തുറന്നിരിക്കുന്ന കണ്ട്, ഇതൊക്കെ ആളുടെ നിത്യ സംഭവങ്ങളായിരുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ ഇറങ്ങുന്നതും ദൈവം കോൺവെർസേറ്റ് ചെയ്യുന്നതും ഒക്കെ, ദൈവവുമായിട്ടുള്ള കോൺവെർസേഷനും ഒക്കെ നിത്യ സംഭവങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഇവിടത്തെ ചിന്താവിഷയം സൂര്യനെ കാണുന്നില്ല, ചന്ദ്രൻ മനസ്സലിയുന്നില്ല, നക്ഷത്രം പ്രകാശം തരുന്നില്ല. അപ്പൊ ലക്ഷണം നോക്കിയാണ് ഈ കാലാവസ്ഥ പ്രവചിക്കാൻ വേണ്ടി പൗലോസ് തയ്യാറാകുന്നത്. കൂടെ നിൽക്കുന്നവർക്ക് ഇത്രയും നേരം ഒരു ബലപ്പെടുത്തുന്ന മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ അവർ പൗലോസിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ വിറയ്ക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. കാരണം കഴിക്കാൻ ഭക്ഷണം പോലും ഇപ്പോൾ ഈ കപ്പലിനകത്തില്ല. കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അവരെല്ലാം എടുത്ത് കടലിലിട്ടു. ഏയ്, നീ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയപ്പോ നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരവസ്ഥയിലാണോ എന്നെ കേൾക്കുന്നത്? പടകിലുണ്ടായിരുന്നതെല്ലാം എടുത്ത് നിനക്ക് കടലിലേക്ക് എറിയേണ്ടി വന്ന ഒരു അനുഭവത്തിലാണോ നീ എന്നെ കേൾക്കുന്നത്? നീ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം വാസ്തവത്തിൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിവില്ലാത്ത ഒരനുഭവത്തിലൂടെയാണോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? പൗലോസിന്റെ സമ അനുഭവത്തിൽ കൂടെയല്ലേ സത്യത്തിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് ശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത ഒരനുഭവത്തിൽ ഈ കപ്പൽ ഇപ്പോൾ ചില ഭാഗങ്ങൾ അവശേഷിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പിടിച്ചു കെട്ടിയ അവസാനത്തെ പായും കാറ്റ് വലിച്ചറുത്ത് കീറിക്കൊണ്ടുപോയപ്പോൾ ഇനി പ്രാണനെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള വിറയലല്ലാതെ അഭിഷിക്തന്റെ കരങ്ങളിൽ മറ്റൊന്നില്ല. അവസാനം പറയുന്നു, ആശയും അറ്റുപോയി. പ്രാണഭയം, തികഞ്ഞ പ്രാണഭയം. ഭക്ഷണമില്ലാത്ത അവസ്ഥ, വെള്ളമില്ലാത്ത അവസ്ഥ, ധൈര്യം ചോർന്നുപോയ അവസ്ഥ, പ്രാർത്ഥിക്കാൻ പോലും നാവ് ചലിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ, ഭയത്തിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിൽ, സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും പോലും എന്നെ കാണാൻ വന്നില്ല എന്നുള്ള ഭയത്തിൽ, പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ല എന്നുള്ള ഒരു ഉറപ്പിൽ പൗലോസ് എത്തി നിൽക്കുമ്പോൾ ഇവിടെ ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുന്നു. അടുത്ത ഒരു സന്ദർശനം വിശ്വസിക്കാൻ പോലും കഴിയാത്ത അനുഭവത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അടുത്ത ഒരു ദൈവിക സന്ദർശനം പോലും എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയില്ല, സ്കോപ്പില്ല, അവസരമില്ല എന്ന അനുഭവത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനി ഒരു ദൈവപ്രവൃത്തിയൊന്നും പാസ്റ്റർ ഇനി പ്രവചിക്കുകയൊന്നും വേണ്ട, ഇനി ഒരു ദൈവപ്രവൃത്തിയൊന്നും ഇല്ല. ഹോപ്പ്ലെസ് ആണ് പാസ്റ്ററെ എന്റെ കേസ്, ഹോപ്പ്ലെസ് ആണ് പാസ്റ്ററെ എന്റെ വിഷയങ്ങൾ. അതുകൊണ്ട് പാസ്റ്റർ ഇനി എത്ര വലിയ പ്രവാചകനാണെങ്കിലും പ്രവചിക്കണ്ട, പാസ്റ്റർ നാണം കെടുകയുള്ളൂ എന്ന് പറയുന്നവരില്ലേ ഇതിനകത്ത്? പൗലോസ് അത് തന്നെ പറഞ്ഞേ, അറ്റുപോയി. എനിക്ക് ദൈവാത്മാവ് ഒരു നിയോഗം തരുന്നു. അറ്റുപോയി എന്ന് തന്നെ മലയാള ഭാഷ. അറ്റുപോയി, കെട്ടുപൊട്ടി പാസ്റ്ററെ, ഇനി എവിടെയും പിടിവള്ളി ഇല്ല, കെട്ടുപൊട്ടി, അവസാന പിടിവള്ളിയും പൊട്ടി. അറ്റുപോയടുത്തേക്ക് കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു ചരടുമായി ഇന്ന് പരിശുദ്ധാത്മാവ് നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അറ്റുപോയി എന്ന് നീ പറഞ്ഞെടുത്ത് നിന്ന് പുതിയ ചില നാടകൾ കൂട്ടിക്കെട്ടി ഒരു തുടർച്ച നിന്റെ ജീവിതത്തിന് കൽപ്പിക്കാൻ എന്റെ കർത്താവ് വരുന്നുണ്ട്. ഇന്നത്തെ വചനം അങ്ങനെ തന്നെ നിന്റെ ജീവിതത്തിൽ അന്വർത്ഥമാകാൻ പോവുക. ആമേൻ. അറ്റുപോയെങ്കിൽ എന്റെ ദൈവത്തിന് ഇവിടെ ചിലത് കൂട്ടിച്ചേർക്കാനുണ്ട്. പകുതി വഴിയിൽ വെച്ച് മുറിഞ്ഞുപോയ നിന്റെ ജീവിതത്തിന്റെ നാടമേൽ പുതിയ ഒരു ജീവിതത്തിന്റെ ഫിലിം വെച്ച് കെട്ടി പുതിയ ഒരു ആവിഷ്കാരം തരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്റെ ഫിലിം മുറിഞ്ഞുപോയി പാസ്റ്ററെ, എന്റെ ജീവിതത്തിന്റെ ഫിലിം മുറിഞ്ഞുപോയി. എനിക്ക് പറയാൻ അങ്ങോട്ടൊരു ദൂതുണ്ട്. പൗലോസും പറഞ്ഞു, വളരെ നാളായ പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. എന്റെ ജീവിതത്തിന്റെ ചരിത്രം ഇവിടെ വെച്ച് അറ്റുപോവുകയാണ്. എന്റെ ജീവിതത്തിന്റെ ഫിലിം ഇവിടെ വെച്ച് കട്ടാകുകയാണ്. എനിക്ക് ദൈവാത്മാവിൽ ഒരു ആലോചന നിങ്ങളോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുണ്ട്.
പുതിയ ഒരു ഫിലിമുമായി ദൈവം നിന്റെ അറ്റുപോയ ഫിലിമിനെ കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പ്ലേ ചെയ്താൽ പിന്നെ കാണുന്ന ചിത്രങ്ങൾ മുഴുവനും ദൈവത്തിന്റെ പ്രവർത്തികളിലൂടെ നിന്റെ ജീവിതം കടന്നു പോകുന്ന കാഴ്ചകളായിരിക്കും. പ്ലേ ചെയ്യാൻ നീ തയ്യാറാണോ? ഈ വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. അറ്റുപോയെടുത്ത് നിന്ന് എന്റെ ദൈവത്തിന് പുതിയ ഒരു പദ്ധതി നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. നിങ്ങൾക്കെന്നെ കേൾക്കാമോ? കേൾക്കാം. ഹല്ലേലൂയ. അറ്റുപോയെടുത്ത് നിന്ന് പുതിയ ഒരു കൂട്ടിച്ചേർക്കൽ. അറ്റുപോയെടുത്ത് നിന്ന് പുതിയൊരു കൂട്ടിച്ചേർക്കൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ചെയ്യും. തിരുവചനം പറയുന്ന നോക്കിയേ. ഓ മൈ ഗാഡ്. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്ക് കേട്ടനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വ്യത്യസ്തമാകുന്ന ഒരു മുഖം കാണാൻ കഴിയുന്നില്ലേ? ഞാൻ വായിച്ച വചനത്തിനകത്ത് മുകളിൽ പറഞ്ഞതും പൗലോസ് വളരെ നാളായി എൻ്റെ കടഭാരം തീരുമെന്ന്, വളരെ നാളായി എൻ്റെ വീട് പണി പൂർത്തിയാകുമെന്ന്, വളരെ നാളായി എൻ്റെ കഷ്ടപ്പാട് തീരുമെന്ന്, വളരെ നാളായി ഞാൻ ജയമെടുക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ആശയൊക്കെയും അറ്റുപോയി എന്ന് പറഞ്ഞ പൗലോസ് ഇപ്പൊ പറയുന്നു, ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വ്യത്യസ്തമായ ഒരു ചാർജ് ഈ മനുഷ്യന്റെ മേൽ കയറുകയാണ്. ഞാനിത് നിങ്ങളുടെ ജീവിതാനുഭവമായി തന്നെ സംസാരിക്കുകയാണ്. അറ്റുപോയി എന്ന് പറഞ്ഞെടുത്ത് ദൈവം ചില കാര്യം നിന്റെ മേൽ ഇൻസ്റ്റാൾ ചെയ്താൽ നീ ഈ അനുഭവത്തിലേക്ക് കയറി വരും. അറ്റുപോയി എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ദൈവം ചിലത് കൂട്ടി യോജിപ്പിച്ചു എന്ന് നിന്റെ സ്പിരിറ്റിൽ നീ തിരിച്ചറിഞ്ഞാൽ ഈ ധൈര്യം നിനക്ക് കയറി വരും. ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാര്യം എന്താണ്? കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമാകുന്ന ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ, ഞാനിത് പ്രവചിക്കുകയാണ്. നിങ്ങൾ ഈ സന്ദേശം കാണുന്നത് രാവിലെയാണോ രാത്രിയാണോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഈ സമയം ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ഈ രാത്രിയിൽ എന്തോ നിനക്ക് വേണ്ടി ചെയ്യാൻ എന്റെ കർത്താവ് ഇറങ്ങുകയാണ്. ഈ രാത്രിയിൽ ഞാനൊരു എൻകൗണ്ടറിന് സാക്ഷിയാകുകയാണ്. സൂര്യന്റെ എൻകൗണ്ടർ ആഗ്രഹിച്ച പൗലോസേ, നക്ഷത്രങ്ങളുടെ എൻകൗണ്ടർ ആഗ്രഹിച്ച പൗലോസേ, ചന്ദ്രവെളിച്ചത്തിന് എൻകൗണ്ടർ ആഗ്രഹിച്ച പൗലോസേ, കാലാവസ്ഥ ചേഞ്ച് ആകാൻ ആഗ്രഹിച്ച പൗലോസേ, നീ എക്സ്പെക്ട് ചെയ്യാത്ത അപ്രതീക്ഷിതമായ ഒരു കൂട്ടിമുട്ടൽ എന്ന വാക്കിന് അർഹത നേടുന്ന ഈ വാക്യത്തിന് ഇന്ന് പൗലോസ് സാക്ഷ്യം വഹിക്കുമ്പോൾ, ഈ രാത്രിയിൽ ഞാനൊരു ദൂതന്റെ സന്ദർശനത്തിന് സാക്ഷ്യം വഹിച്ചവനാണ്. മരണത്തെ മുഖാമുഖമായി കൂട്ടിമുട്ടുമെന്ന് ഈ മനുഷ്യൻ എപ്പോഴൊക്കെയോ കരുതിയിരുന്ന സ്ഥാനത്ത് മരണത്തെ അല്ല ദൈവം കൂട്ടിമുട്ടിച്ചത്. സാക്ഷാൽ ദൈവത്തിന്റെ ദൂതനെ ദൈവം അയച്ച് തന്റെ പ്രാർത്ഥനാ വീരനെ ബലപ്പെടുത്തിയ സർവശക്തന്റെ കരുണ നിന്റെ ജീവിതത്തിലേക്കും ഒഴുകി വരാതിരിക്കുമോ? നിന്റെ ജീവിതത്തിലേക്കും ഒഴുകി വരാതിരിക്കുമോ? മരണത്തെ മാത്രമേ എനിക്കിനി അവസാനമായി കാണാനുള്ളൂ എന്ന് ആ മനുഷ്യൻ വിധി എഴുതിയ സ്ഥാനത്ത്, അടിവരയിട്ട സ്ഥാനത്ത് ദൂതനെ കാണുമെന്ന് തനിക്ക് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം. ദൈവം സംസാരിക്കുമെന്ന്, ദൈവം ഇടപെടുമെന്ന്, ഇനി എനിക്ക് ഇവിടുന്ന് ഒരു ശുശ്രൂഷയും ജീവിതവും ഉണ്ട് എന്ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സാഹചര്യം. അതല്ലേ വാസ്തവത്തിൽ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പാസ്റ്റർ പ്രസംഗിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞങ്ങൾ. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ എന്തിന്റെയൊക്കെയോ അവസാനം ആഗ്രഹിച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെയൊക്കെ ആകുകയുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ ആ ഫിലിമാണ് കട്ടാകേണ്ടത്.
ആ ഫിലിം കട്ട് ചെയ്ത് ദൈവം നിനക്ക് വേണ്ടി നേരത്തെ തിരക്കഥ എഴുതി, സംഭാഷണം എഴുതി, ഡയറക്ഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഫിലിം നിന്റെ ലൈഫുമായി കണക്റ്റ് ആകുന്ന ശേഷം ഈ ചിത്രവും ചിത്രത്തിന്റെ പേരും മാറുകയാണ്. അന്ധകാരത്തിനകത്ത് വെളിപ്പെട്ട കനിവുള്ള ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ അത്ഭുത പ്രകാശം എന്ന ഒരു പേരിലേക്ക് നിന്റെ ജീവിതം മാറ്റപ്പെടാൻ പോവുകയാണ്. അന്ധകാരത്തിനകത്ത് വെളിപ്പെട്ട കനിവുള്ള ദൈവത്തിന്റെ അത്ഭുത പ്രകാശം എന്ന രീതിയിൽ നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. അറ്റുപോയി എന്ന ജീവിതവും സാഹചര്യങ്ങളും നിന്നോട് പറഞ്ഞ സ്ഥാനത്ത് കൂട്ടിച്ചേർക്കാൻ ഞാൻ ശക്തൻ എന്ന് പറയുന്നവന്റെ ശബ്ദം ഇന്ന് നിന്നോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? പൗലോസ് പറയാണ്, ഈ രാത്രിയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമാകുന്ന ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. നീ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? നിന്റെ വീട്ടിൽ ചിലരെ നേടാൻ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിന്റെ കുടുംബത്തിൽ ചിലരെ നേടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിന്നെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കുന്നവരെയും ദൈവത്തിന് വേണ്ടി നേടാൻ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിന്റെ ശത്രുക്കൾ പോലും നിന്റെ യാഥാർത്ഥ്യവും നിന്റെ നീതിയും നിന്റെ നിരപരാധിത്വവും തിരിച്ചറിഞ്ഞ് മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ദൈവാത്മ നിയോഗത്തിലും നിറവിലും ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, അവരെ ദൈവം നിനക്ക് ദാനം തരാൻ പോവുക. കൈവിട്ടുപോയി എന്നും തലതിരിഞ്ഞു പോയി എന്നും ശപിക്കപ്പെട്ടതാണെന്നും എഴുതി തള്ളിയതാണെന്നും സാത്താന്റെ സന്തതിയാണെന്നും ഒക്കെ വേദനയുടെ മധ്യത്തിലും നീ ഉരുവിട്ട് അഡ്രസ് ചെയ്ത ചില വ്യക്തികളെ ദൈവരൂപത്തിലും ഭാവത്തിലും ദൈവം നിനക്ക് ദാനം തരാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവോടോ സംസാരിക്കുക. ദൈവം ദാനം തരാൻ പോവുക. നിനക്ക് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ദാനം തരാൻ പോവുക. ചിലരൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതും, പക്ഷേ ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ കരുതും, പക്ഷെ ദൈവം നിനക്ക് ദാനം തരാൻ പോവുക. ചിലരെയൊക്കെ നീ നേടും. ഇവിടം കൊണ്ട് തീരുന്നില്ല നിന്റെ ജീവിതം. ഈ പ്രശ്നമൊന്നും നിന്നെ, ഈ ഈശാനമൂലനൊന്നും നിന്നെ മുക്കാൻ പോണില്ല. വെറുതെയാ. പക്ഷെ ഇതിനകത്ത് പൗലോസ് പഠിച്ചൊരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? സൂര്യനും അല്ല, ചന്ദ്രനും അല്ല, നക്ഷത്രങ്ങളും അല്ല, ഒരന്ധകാരത്തിനകത്ത് നിന്നെ എത്തി നോക്കുന്നേ. ഹേയ്, ഈ സൂര്യൻ നിന്റെ ബന്ധുക്കളായിരിക്കും. നീ പ്രതീക്ഷിച്ചില്ലേ നിന്റെ അന്ധകാര സമയത്ത് നിന്നെ കാണാൻ വരുമെന്ന്? ഈ ചന്ദ്രൻ അല്ലെങ്കിൽ ഈ നക്ഷത്രം നിന്റെ സുഹൃത്തുക്കളായിരിക്കാം. നീ പ്രതീക്ഷിച്ചില്ലേ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന്? ഒരു നുറുങ്ങുവെട്ടവുമായിട്ടെങ്കിലും, ഒരു വാക്കിന്റെ നുറുങ്ങുവെട്ടമായിട്ടെങ്കിലും, ഒരു സമാധാനത്തിന്റെ നുറുങ്ങുവെട്ടമായിട്ടെങ്കിലും നിന്നെ കാണാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലേ? പക്ഷെ അവസാനം നിന്നെ കാണാൻ വന്നത് എൻ്റെ ദൈവവും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആലോചനകളും പ്രാർത്ഥനാ ശബ്ദങ്ങളും മാത്രമല്ലേ ഉള്ളൂ. നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ് എൻ്റെ ദൈവത്തിന്റെ പ്രവർത്തികൾ. നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ് എൻ്റെ ദൈവത്തിന്റെ പ്രവർത്തികൾ. നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ് എൻ്റെ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിക്കോട്ടെ. ഇന്ന് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വളരെ വേഗത്തിൽ ഞാൻ ഈ ഒരു ഘട്ടം വരെ കൊണ്ടെത്തിച്ചു. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ മഴയില്ലാത്ത സമയത്തെ കാണും. നിങ്ങൾക്ക് നക്ഷത്രത്തെ കാണണമെങ്കിൽ മഴയുള്ള സമയത്ത് കാണാൻ പറ്റത്തില്ല. മഴയില്ലാത്ത സമയത്ത് നല്ല ശോഭ തരും. മഴക്കാറ് കണ്ടാൽ ഇവൻ പിന്നെ അകത്ത് കയറി ഒളിക്കും. ചന്ദ്രന്റെ അവസ്ഥ മറിച്ചൊന്നല്ല. സൂര്യന്റെ സ്വഭാവം എന്ന് വെച്ചാൽ രാത്രി വെളി വരത്തില്ല. പക്ഷെ മക്കളെ, രാത്രിയൊന്നുമില്ല, പകലൊന്നുമില്ല, അർദ്ധരാത്രിയൊന്നും ഇല്ലാതെ നീ പ്രതീക്ഷിക്കുന്നതിന് മുൻപേ നിന്റെ അടുത്തേക്ക് എത്തി നോക്കുന്ന ഒരു നല്ല മുഖപ്രകാശം എൻ്റെ കർത്താവിൻ്റെ മാത്രമേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ നിനക്ക് തോന്നും, അറ്റുപോയി, ആശയൊക്കെയും അറ്റുപോയി, ആശിക്കണ്ടായിരുന്നു, കൊതിക്കണ്ടായിരുന്നു, പ്രാർത്ഥിക്കണ്ടായിരുന്നു, വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങണ്ടായിരുന്നു, സ്നാനമേൽക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ നീ പോലും പ്രതീക്ഷിക്കാത്ത രാത്രിയിൽ സൂര്യനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ നീ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ നിന്റെ കണ്ണ് പോലും
കണ്ണിൻ്റെ ഫിലമെന്റ് അടിച്ചു പോകുന്ന നിലയിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടാലുള്ള അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹേയ്, അതിന്ന് രാത്രി നിനക്ക് വേണ്ടി സംഭവിച്ചുകൂടായികയില്ല. അതിന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി സംഭവിച്ചുകൂടായികയില്ല. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്ന ഒരു രാത്രിയായിരിക്കും ഇത്. എന്നോട് സംസാരിക്കാൻ ദൂതൻ ഇറങ്ങുന്ന രാത്രി, എന്നെ ബലപ്പെടുത്താൻ ദൂതൻ ഇറങ്ങുന്ന രാത്രി, എന്റെ അപ്പ അയച്ചിട്ട് വരുന്നൊരു ദൂതൻ. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നീ ഈ വാക്ക് തിരുത്തും. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്നുള്ള വാക്ക് നീ തിരുത്തും. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്നുള്ള വാക്ക് നീ തിരുത്തും. ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ. മെസ്സേജ് കേട്ടു ചാടി ഇറങ്ങി പോവല്ല. ചിലപ്പോൾ നിനക്ക് ചെയ്യാനുള്ള ശുശ്രൂഷ ഈ മെസ്സേജിന് ശേഷമായിരിക്കും. സോ വെയിറ്റ്. നമ്മളെല്ലാവരും ഭയങ്കര ഹറിബറിയാണ്. എന്നുവെച്ചാൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടി അപ്പം മേടിച്ചുകൊണ്ട് പോകാന്നുള്ള രീതിയാണ്. വെയിറ്റ്. കാത്തിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണുക. ഒരിക്കൽ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, റബി നീ എവിടെ താമസിക്കുന്നു? ഇതാ എൻ്റെ വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് കൊടുത്തില്ല. നമുക്ക് ഇഷ്ടം അതായിരുന്നു. ഇതായിരിക്കുന്നു വിസിറ്റിംഗ് കാർഡ്, ഈ അഡ്രസ്സിൽ വന്നാൽ മതി, നമുക്കതല്ലേ ഏറ്റവും എളുപ്പം. പക്ഷെ പറഞ്ഞു, ഡോ വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ. അത്രയും ദൂരെ ഇച്ചിരി നടക്കണം, ഇച്ചിരി നിൽക്കണം, കുറച്ച് പാടുണ്ട്. ഇത് ഇവിടെ നിന്ന് അറിഞ്ഞാൽ അവിടെ പിടിക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വെയിറ്റ്. ഈ മെസ്സേജിന് ശേഷം ഉള്ള പ്രയറിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. കം ഓൺ. ഞാൻ ഒത്തിരിയും പേരുടെ ക്യാരക്ടറും അവരുടെ രീതികളും അവരുടെ മനോഭാവങ്ങളും എല്ലാം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടെ നമുക്ക് ഈ മെസ്സേജിനാലുള്ളൊരു പൂർണ്ണ ഡെലിവറൻസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷാൽഖ ബ്രബോസ് അറ്റർ ബഹാൻഡ ഷഖൈൻ അല ബ്രഹാസ്തുരി ഹബോറി ഖാതൽ ബൗറി. ഇൻ ജീസസ് നെയിം. നിന്റെ മുമ്പിൽ നിന്റെ മുട്ടല്ല മടങ്ങാൻ പോണേ. സാത്താന്റെ മുട്ട് നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ മടങ്ങാൻ പോവുക. സാത്താന്റെ മുട്ട് നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ. ഷാൽഖാല ബ്രഹാസ്തരബ റാസ് ബ്രഹാൻതല ബ്രബൗഷഖദല ബബ റാസ്തരബ ഹദുരി ബിബിദിക ശംതുനിബി. ഒന്ന് പ്രാർത്ഥിച്ചേ. അന്ധകാരത്തിൽ കനിവായി വന്ന അത്ഭുത പ്രകാശമായിട്ടായിരുന്നു ദൂതന്റെ സന്ദർശനം പൗലോസിന്റെ ജീവിതത്തിൽ. നീ എത്ര വലിയ അന്ധകാരത്തിനകത്ത് നിൽക്കുന്നു എങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തേ, എൻ്റെ യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ഇറങ്ങിക്കൂടായികയില്ല. ഈ ഒരു രാത്രി, ഇന്നത്തെ ദിവസത്തിലെ രാത്രി നിനക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവമായി നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ, ഇടം വലത്തിലൂടെ പലവട്ടമായി കടന്നുപോയ ഈശാനമൂലൻ എന്ന കാറ്റുൾപ്പെടെയുള്ള കാറ്റുകൾ നിനക്കൊരു ഓർമ്മയായി നിന്റെ വിശ്വാസത്തിന് വീര്യം വർദ്ധിപ്പിക്കത്തക്ക നിലകളിൽ ദൈവാത്മാവിന് മാറ്റിയെടുത്തുകൂടായികയില്ല. ശഗദലഘടക ശംദുനി അധുരിബിദിലി ഘടക ശഗദ മധുരിബിദികൾ ഖമന ഉടമന മധുരിബിദി ശംദുനി. പരിശുദ്ധാത്മാവേ, ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ചിലരിലേക്ക് കർത്താവിന്റെ അതിശക്തമായ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ചിലരുടെ ഉള്ളിൽ നിന്നൊക്കെ ഭയത്തിന്റെ വേര് തന്നെ ദൈവം കട്ടയാണ്. ഭയത്തിന്റെ വേരിന്റെ അണ്ടർഗ്രൗണ്ട് വരെ ദൈവം ഇന്ന് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. ഇതുപോലുള്ള യാത്രകളിൽ നിന്റെ നേരെ ആഞ്ഞു വീശിയ കാറ്റും കോളും ശബ്ദവും ക്ലൈമറ്റും ഒക്കെ നിന്നെ ഒരു ഭീരുവാക്കി മാറ്റിയപ്പോ, ക്രിസ്തീയ ജീവിതത്തിലെ ഭീരുവാക്കി മാറ്റിയപ്പോ, ദൈവാത്മാവ് ഇന്ന് ആരെയൊക്കെയോ സന്ദർശിച്ച് തന്നെ സംസാരിക്കുന്നു. ഈ വചനം നിന്നോടാണ്, ഈ ദൂത് നിന്നോടാണ്. നീ ഒത്തിരി സൂര്യന്റെ പ്രകാശവും ചന്ദ്രന്റെ പ്രകാശവും നക്ഷത്രത്തിന്റെ പ്രകാശവും ഒക്കെ മാനുഷികമായി നീ പ്രതീക്ഷിച്ചിരുന്നു. കാലവും സമയവും എനിക്ക് അനുകൂലമായി മാറി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതൊരു തെറ്റല്ല. പക്ഷേ ആ വിശ്വാസത്തെയും പ്രതീക്ഷകളെയും പോലും നിരാശയിൽ ആഴ്ത്തിക്കൊണ്ട് കാലാവസ്ഥ തനിക്ക് പ്രതികൂലമായി നിന്നപ്പോ
അനുകൂലമായി ഇറങ്ങി വന്നത് ദൈവശബ്ദമല്ലേ? ഇന്നും നീ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഈ ശബ്ദം നിന്നോടുള്ള ദൈവശബ്ദമായിട്ടല്ലേ നിനക്ക് തന്നെ ബോധ്യപ്പെടുന്നത്? മറിച്ചൊരു ചിന്ത വേണ്ട, ഇത് ദൈവം നിന്നോട് അറിയിക്കുന്ന ആലോചനയാ. In Jesus' name. പ്രാർത്ഥിക്കുക. ദൈവം നിന്നോട് സംസാരിക്കുക. ദൈവത്തിന് നിന്നെ വേണം. ഇവിടം കൊണ്ട് തീരുവല്ല നിന്റെ ജീവിതം, ഈ മാസം കൊണ്ട് തീരുവല്ല നിന്റെ ആയുസ്. ഇനി ഏറിയ 2-3 മാസം കൂടെ ജീവിക്കൂ എന്നൊക്കെയുള്ള തോന്നല് വെറും തോന്നല. ഇവിടെ മുതൽ ദൈവം നിന്റെ പഴയ ഫിലിം കട്ട് ചെയ്ത് പുതിയ ഫിലിം, അതിന്റെ തിരക്കഥ, സംഭാഷണം, സംവിധാനം എൻ്റെ കർത്താവായിരിക്കും. ഹോ, പുതിയ ഒരു രേഖ എഴുതിയ ദൈവം, പുതിയ ഒരു ചരിത്രം എഴുതിയ എൻ്റെ ദൈവം, പുതിയ ഒരു ദിവസത്തെക്കുറിച്ച് പ്രവചിച്ച എൻ്റെ ദൈവം, പുതിയ ഒരു ശുശ്രൂഷയെക്കുറിച്ച് പ്രവചിച്ച ദൈവം. പൗലോസ്, ഭയപ്പെടരുത്, നിനക്ക് കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നെ നിർത്തത്തില്ലെന്ന് വാദിക്കുന്ന ദുർശബ്ദങ്ങളെയും ശക്തികളെയും ഈ വചനമിറങ്ങിയെന്ന് വെട്ടിമാറ്റുകയാണ്. Hallelujah, 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 hallelujah. പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു ഡാഡി. അവരുടെ ജീവിതത്തിലേക്ക് ഇന്ന് കേൾപ്പിച്ച ദൈവശബ്ദം, ഇത് മറക്കാൻ കഴിയാത്ത ഒരു ആത്മീയ അനുഭവമാക്കി പരിശുദ്ധാത്മാവ് മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബ തകർച്ചകളിൽ നിൽക്കുന്നവരിലേക്ക് ഈ വചനം പ്രവർത്തിക്കട്ടെ. സാമ്പത്തികമായി തകർന്നുപോയവരുടെ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ഈ വചനം പ്രവർത്തിക്കട്ടെ. ദുഷ്ടന്റെ തീയമ്പുകൾ പതിച്ച് നീറുന്ന വേദനയിൽ ഇരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഇന്ന് ഈ വചനം പതിക്കട്ടെ. സാത്താനിക ദൃഷ്ടികളെ ബന്ധിക്കുന്ന ദൈവത്തിന്റെ ജീവന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പന ഇന്ന് ജനത്തിന്റെ മേൽ പതിക്കട്ടെ. ആത്മാവിന്റെ തീ ഇറങ്ങുകയാണ്. ഞാൻ വ്യക്തമായി അത് അറിയുന്നു. പരിശുദ്ധാത്മാവിന്റെ ജീവൻ, നവജീവൻ നിന്റെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, നിന്റെ ക്രിസ്തീയ ജീവിതത്തിലേക്ക്, രോഗം, അടിമത്തം പറഞ്ഞു വെച്ചിരിക്കുന്നത് നിന്റെ ശരീരത്തിലേക്ക്, ഒരുപക്ഷെ എത്ര വചനം കേട്ടിട്ട് മാനസാന്തരപ്പെടാത്ത നിന്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക്, ഓരോ ദിവസത്തെയും നിന്റെ തകർച്ചകളുടെയും വേദനകളുടെയും കാരണങ്ങളിലേക്ക് ഇപ്പോൾ പൂർണ്ണ ശക്തിയോടെ വചനം പ്രവേശിക്കട്ടെ. In Jesus' name. ദൂതനിറങ്ങുന്നു, ദൂതനിറങ്ങുന്നു, ദൂതനിറങ്ങുന്നു. ഈ രാത്രി ദൂതനിറങ്ങും, 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 ദൂതനിറങ്ങും. നിന്റെ നീറുന്ന വേദനകളിൽ സൂര്യന് തുല്യരായവർ കണ്ടില്ലായിരിക്കാം, നക്ഷത്ര തുല്യരായവർ എത്തി നോക്കിയില്ലായിരിക്കാം, ചന്ദ്രതുല്യരായവർ വന്നു കണ്ടില്ലായിരിക്കാം, എന്തിന് വിളിച്ചുപോലും അന്വേഷിച്ചില്ലായിരിക്കാം. പക്ഷേ
നിന്റെ വീടും നിന്റെ വീടിരിക്കുന്ന ഇടവും നിന്റെ വീട്ടിന്റെ വഴിയും മറക്കാത്ത തെറ്റാത്ത ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സന്ദർശിക്കും. നേറുന്ന അനുഭവങ്ങളിൽ ഒരൽപ്പം സാന്ത്വനത്തിന്റെ വാക്കുപോലും നീ പ്രതീക്ഷിച്ചിരുന്ന സന്ദർഭങ്ങളിൽ പോലും നിന്നെക്കൊണ്ട് പ്രയോജനമുണ്ടായിരുന്നവർ പോലും നിന്നെ മറന്നപ്പോ എന്റെ ദൈവം നീ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ള വെമ്പലോടെ അവൻ വന്നില്ലേ. 100 ആടിനിടയ്ക്ക് കാണാതെ പോയ ഒരാട് ഇടയന് വേണ്ടി എന്ത് ചെയ്തു എന്നല്ല, ഇടയന് എത്ര ലിറ്റർ പാല് കൊടുത്തു എന്ന് നോക്കിയല്ല, ഇടയൻ ആടിനെ കൊണ്ട് എന്ത് ഗുണമുണ്ടെന്ന് നോക്കിയിട്ടല്ല, കൂട്ടത്തിലുണ്ടായിരുന്ന ഒന്നും എനിക്ക് വാല്യുബിൾ ആണ് എന്നറിഞ്ഞ ഇടയൻ 99നെയും ഒരിടത്തേക്ക് ഒതുക്കി നിർത്തിയേച്ച് ആ ഒന്നിനു വേണ്ടി തേടി ഇറങ്ങിയതുപോലെ തന്നെയാണ് ഈ സന്ദേശം നിന്നെ തേടി വന്നിരിക്കുന്നത്. ഈ സന്ദേശം അങ്ങനെ തന്നെയാണ് നിന്നെ തേടി വന്നിരിക്കുന്നത്. നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നല്ല, നിനക്ക് വേണ്ടി എന്റെ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട് എന്നാണ് ഇന്നത്തെ സന്ദേശം. നിന്റെ അന്ധകാരം വാഴ്ച നടത്തുന്ന ജീവിതത്തിലേക്ക് കനിവായി വന്ന അത്ഭുത പ്രകാശമായി ഈ വചനം നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ കത്തും കത്തും കത്തും. സാത്താൻ ഊതി അണച്ച നിന്റെ ദീപം എന്റെ ദൈവം കത്തിക്കാം. നീ വിശ്വസിക്കുന്നെങ്കിൽ സുഹൃത്തെ, നിന്റെ ജീവിതം ഇന്നുകൊണ്ട് മാറുക. അപ്പാ, അങ്ങ് എനിക്ക് തന്നത് ഞാൻ ഇവരെ അറിയിച്ചു, അങ്ങനെ ഏൽപ്പിച്ചത് ഞാൻ ഇവർക്ക് കൊടുത്തു. പ്രിയനെ, ഇവർ ഈ വചനം കേട്ടത് ഇവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഇവരുടെ ലൈഫിനെ കർത്താവ് ട്രാൻസ്ഫോം ചെയ്യണമേ. ഇവരുടെ വിശ്വാസം അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. അവര് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ ദൈവമേ. ഇവരുടെ ലൈഫിൽ ഇരുട്ട് വാഴുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം ഒരു വിടുതൽ കൊടുക്കണമേ. വലിയൊരു ദൈവപ്രവൃത്തി ഈ കുടുംബത്തിൽ വെളിപ്പെടുത്തണമേ അപ്പ. ഞാനിവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അറിയാലോ നിങ്ങൾക്ക്, ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും ഉള്ളതാണ്. രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ നടന്നു വരുന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം എല്ലാ ദിവസവും രാവിലെ 6:30ക്കും വൈകുന്നേരം 6:30ക്കും നിങ്ങൾ ഇതേ ചാനൽ വിസിറ്റ് ചെയ്യുകയും ചെയ്താൽ മതി. നിങ്ങളെ കർത്താവ് ഭയങ്കരമായിട്ടും തൊട്ടിട്ടുണ്ട്. കാരണം ഞാനൊരു പ്രത്യേക അനോയിന്റിങ്ങിലാണ് ഞാൻ ഇന്നിവിടെ ആയിരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും. ഞങ്ങളുടെ ചേർച്ചിൻ്റെ പണികളെക്കുറിച്ച് ഒരുവിധം ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം. സോ നിങ്ങളുടെ പ്രെയറിൽ ഞങ്ങളുടെ ഈ പ്രെയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് കൂടെ നിങ്ങൾ ഓർക്കുക, പ്രാർത്ഥിക്കുക. കഴിയുന്ന നിങ്ങളുടെ ഓഫറിങ്സും മറ്റുമൊക്കെ ഈ കാണുന്ന അഡ്രസ്സുകളിലേക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. മറക്കരുത്, ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോടും കൂടെ അറിയിക്കണം. അത് ഒരുപാട് പേരിലേക്ക് ദൈവവചനം എത്തുന്നതിനും ഒരുപാട് പേർ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നതിനും അത് വളരെ സഹായിക്കും. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. സ്വർഗം വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഞങ്ങളെ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾ അറിയിക്കുക. അത് ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വളരെ സഹായകരമായി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.